ഞാൻ വിശ്വാസത്തിന്റെ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ നിയമങ്ങൾ എന്റെ മുന്നിൽ വച്ചിരിക്കുന്നു. 2026 മാർച്ച് 15 ഞായർ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിന് ഞാൻ യെശയ്യാ പുസ്തകം അധ്യായം 1 വാക്യം 17 നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. നന്മ ചെയ്യാനും ന്യായം തേടാനും, അടിച്ചമർത്തലിനെ ശരിയാക്കാനും, അനാഥന്മാർക്ക് ന്യായം ഉറപ്പാക്കാനും, വിധവയുടെ കേസ് വാദിക്കാനും പഠിക്കുക. സുപ്രഭാതം സുഹൃത്തുക്കളെ. കർത്താവ് തന്റെ ജനത്തോട് നന്മ ചെയ്യാനും ന്യായം പ്രയോഗിക്കാനും ആഗ്രഹിക്കുന്നു. ഇതാ ഈ വാക്യത്തിൽ ധ്യാനിക്കാം. ഇന്നത്തെ ധ്യാനത്തിന്റെ വിഷയം നന്മ ചെയ്യുക, ന്യായം തേടുക. യെശയ്യാ പുസ്തകത്തിൽ കർത്താവ് തന്റെ ഭൃത്യനായ പ്രവാചകനോട് സംസാരിക്കുന്നു. അവൻ ജനങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്നും യഹൂദരുടെ തിന്മയെക്കുറിച്ചും അവൻ പറയുന്നു. അവർ തിരിഞ്ഞുവരണമെന്നോ അവരുടെ പ്രവൃത്തികളിൽ പശ്ചാത്താപിക്കണമെന്നോ അവൻ ആഗ്രഹിക്കുന്നു. ഈ 2 വാക്യങ്ങളിൽ വളരെ കൃത്യമായി കർത്താവ് തനിക്ക് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളിൽ പൂർണ്ണമായ മാറ്റമോ പരിവർത്തനമോ സംഭാഷിക്കുന്നു. തിന്മയുടെ വഴികളിൽ നിന്ന് തങ്ങളെ കഴുകി വൃത്തിയാക്കാൻ അവൻ ജനങ്ങളോട് പറയുന്നു. നന്മ ചെയ്യാനും ന്യായം തേടാനും അടിച്ചമർത്തലുകൾ ശരിയാക്കാനും അവൻ അവരോട് ആവശ്യപ്പെടുന്നു. സുഹൃത്തുക്കളെ, കർത്താവ് നമ്മളെ ആത്മീയരും മതവിശ്വാസികളുമാക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, പക്ഷേ കർത്താവ് നമ്മളെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് പ്രാക്ടീസ് ആണ്. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം നമ്മുടെ ആത്മീയതയാണ്. നമ്മുടെ വിശ്വാസം നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രവൃത്തി. ഇതാണ് നമ്മുടെ കർത്താവ് ഓരോരുത്തരോടും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അവന്റെ സ്വന്തം ജനമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതായത്, നന്മയുള്ളവനായിരിക്കാനും, ന്യായം ചെയ്യാനും, വേദനിക്കുന്നവരോ ദുർബലരോ ആയവരോട് നിൽക്കാനും അവന്റെ സ്വഭാവങ്ങൾ നമ്മൾ സ്വന്തമാക്കണം. കർത്താവ് ഓരോരുത്തരും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കാരണം ഇതാണ് കർത്താവിന്റെ ഇച്ഛ. സുഹൃത്തുക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ, കർത്താവിൽ നിന്ന് ആശീർവാദങ്ങൾ തേടുമ്പോൾ, ദൈവത്തിന്റെ കൃപയും കരുണയും നമ്മുടെ മേൽ തേടുമ്പോൾ, ആദ്യം നമ്മെത്തന്നെ പരിശോധിക്കണം. ആദ്യം ആത്മപരിശോധന ചെയ്ത് കർത്താവിന് മുന്നിൽ തെറ്റായി ചെയ്യുന്ന എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്തണം. നമ്മെ പരിശോധിക്കാം. നമ്മൾ അടിച്ചമർത്തുന്നുണ്ടോ? നന്മ ചെയ്യുന്നില്ലയോ? അടിച്ചമർത്തലുകൾ ശരിയാക്കാൻ എന്തും ചെയ്യുന്നില്ലയോ? ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ കർത്താവ് നമ്മെ ഒരിക്കലും പൊറുക്കില്ല എന്ന് ഓർക്കുക. പ്രാർത്ഥന. കൃപാമയനായ ദൈവമേ, നമ്മുടെ സ്വർഗീയ പിതാവേ, നമ്മെ സഹായിക്കണമേ. പ്രഭുവേ, നന്മ ചെയ്യാനും ന്യായം തേടാനും അടിച്ചമർത്തലുകൾ ശരിയാക്കാനും. ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആമൻ.